ഞാന് ഒരു നാടകത്തിന്റെ അകത്ത് വേഷം ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ആദ്യമായിട്ട് എന്നെ കുന്തക്കാരനെ അതെ അതെ. അപ്പൊ ആദ്യമായിട്ട് ഒരു അമച്ചർ നാടകത്തിന്റെ അകത്ത് എന്നെ കുന്തക്കാരനായിട്ട് നിർത്തി. അപ്പൊ ഞാൻ കുന്തം പിടിച്ച് മടുത്തു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, എനിക്കിങ്ങനെ കുന്തം പിടിച്ച് എനിക്കൊരു കഥാപാത്രമായിട്ട് ജീവിക്കാൻ പറ്റി. അപ്പൊ പറഞ്ഞു, നീ വേഷം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും വീട്ടിൽ പോക്ക് നടക്കത്തില്ല, നിനക്കും വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്തു, മദ്യദുരന്തം, അതായത് വെള്ളം പിടിച്ചിട്ട് ജീവൻ പോണ 6 പേരുടെ കഥ എഴുതുന്നുണ്ട്. ഇതിന്റെ അകത്ത് 6 പേരുടെ ആ ജീവൻ രക്ഷിക്കുന്ന ഒരു നായകന, അത് ഏതെങ്കിലും ആണുങ്ങൾ ചെയ്തോളും. അപ്പൊ 6 പേരുടെ ആ ശവമായിട്ട് കൊണ്ടുപോയി വെക്കുന്നതിന്റെ അകത്ത് ഒരു ശവമായിട്ട് നീ കയറി കിടന്നോളാം. പിന്നെ ഒരു നാടകത്തിന്റെ അകത്ത് എനിക്കൊരു എഴുത്തുവേഷം കിട്ടി. ദാണ്ടമ്മേ അച്ഛൻ വന്നെന്ന് പറഞ്ഞ ഒറ്റ സീനേ ഉള്ളൂ. ഞാൻ കേറി പറഞ്ഞു, ആൾക്കാരുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്റെ നാക്കങ്ങോട്ട് ഉടക്കി. അമ്മയും അച്ഛൻ വന്നൊക്കെ ഞാൻ മറന്നുപോയി. അമ്മയും വന്ന്, അച്ഛനും വന്ന്, അമ്മായിയും വന്ന്, ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത കുറച്ച് പേര് സ്റ്റേജിൽ നിന്നൂടെ നിർത്തണം നിന്റെ കൂത്തെന്നും പറഞ്ഞു. എനിക്ക് ചെറിയ ഒരു വിക്കുണ്ട്. അതായത് സംസാരിക്കുമ്പോൾ മാത്രമാണ് വിക്ക എന്ന വിക്കന്മാരുടെ ദേശീയ തമാശ ഞാനിവിടെ പറയുന്നേ ഇല്ല. എനിക്കെൻ്റെ പൊന്നോ, എനിക്ക് പൈസ കൊടുക്കാനുള്ളവരെ കാണുമ്പോഴാണ് വിക്ക്. ഈ കൊറോണയ്ക്ക് ശേഷം കാശ് കൊടുക്കാനുള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിക്ക. അത് വിക്കാണോ, പനിയാണോ, വിറയലാണോ, തുമ്മലാണോ എന്നറിയത്തില്ല, ഒരൊറ്റ പാക്കറ്റായിട്ട് അങ്ങോട്ട് കയറി വരിക. പിന്നെ ഈ വിക്കെന്ന് പറയുന്ന ഈ ഐറ്റം, അത് ബോബനും മോളിയുടെ പട്ടിയുടെ കൂട്ട് ഞാൻ ജനിച്ച കാലം തൊട്ട് എൻ്റെ കൂടെയുണ്ട്. ഞാൻ തല്ലി ഓടിച്ചാലും പോകത്തില്ല, ഒരു മാർഗമില്ല. പക്ഷേ നിങ്ങൾ ഓർക്കും എനിക്ക് ഈ വിക്ക് കൊണ്ട് ഭയങ്കര ഉപകാരമുണ്ടെന്ന്. എൻ്റെ പൊന്ന് പിഷാടി ചേട്ടാ, ഒരു ഉപകാരമില്ല. നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു 10,000 രൂപ തരും, നീ ഒരു 15 മിനിറ്റ് വിൽക്കോ എന്ന് പറഞ്ഞാണല്ലോ, ഒരൊറ്റ അക്ഷരം വിൽക്കത്തി. നീ ഒരു 10,000 രൂപ എന്തിയെ കൊടുക്കാത്ത, നീ ആ 10,000 രൂപ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തേ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കയറും എന്ന് പറഞ്ഞോണ്ടല്ലോ, 10 ദിവസം മുമ്പേ വിക്ക് തുടങ്ങും. വിക്കെന്ന് പറഞ്ഞാൽ വിക്കോട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വിക്ക് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്നേ വരെ ഈ വിക്ക് കൊണ്ട് ഒരു പെണ്ണും എന്നെ തേച്ചിട്ട്. ഈ എൻ്റെ നാട്ടിലെ പ്രേമനൈരാശ്യം ഉണ്ടാകാത്ത ഒരേ ഒരു ചെറുപ്പക്കാരൻ അത് ഞാനാ. കാരണം ഞാൻ വർത്താനം പറഞ്ഞു വരുമ്പോഴേക്കും പെണ്ണടുത്ത പഞ്ചായത്തിൽ ചെല്ലും. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ഇപ്പൊ 6ാമത്തെ പഞ്ചായത്തിലാണ് ചെല്ലുന്നത്. അപ്പോൾ പെണ്ണിന്റെ ആങ്ങളെ എന്നോട് പറഞ്ഞു, നീ ഒരു ശല്യമായിട്ട് അവളോട് കൂടെ, നീ ഒരു കുറച്ചു നേരം കൂടെ അവളുമായിട്ട് വർത്താനം പറഞ്ഞങ്ങ് ചെല്ലുവാണെങ്കിൽ അവളെ കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ ഓടിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് ഹരിമുരളീരവ് എന്ന് പറയുന്ന പാട്ട് സംഗതി കിട്ട് പെണ്ണിന്റെ മുമ്പിൽ ഞാൻ പാടാന്ന് പറഞ്ഞു. അപ്പോൾ അവള് വല്ല ദുബായിക്കോ കാനഡയ്ക്കോ ഇംഗ്ലണ്ടിലോട്ടോ എല്ലാം പൊക്കോളൂ. പിന്നെ എനിക്ക് ലോട്ടറി കച്ചവടമാണ് പണി. പൈസ മേടിച്ച എന്നെ പോലെ കറക്റ്റ് കൊടുക്കുന്ന ഒരുത്തൻ ആ നാട്ടിൽ. ഞാനൊരു 2,000 രൂപ നമ്മുടെ ഒരു കമ്പനിക്കാരനോട് മേടിച്ചു. അപ്പൊ 2 ദിവസത്തെ അവധിക്ക് മേടിച്ച. അതൊരു കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഞാൻ അവനെ കാണുന്നില്ല, അവൻ എന്നെയും കാണുന്നില്ല. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ തൊടുപുഴ പാലത്തെ കൂടെ നേരെ അങ്ങ് പോവാ. അപ്പൊ ഒരു പരിചയമുള്ള മുഖം അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോരുക. എനിക്കാണെങ്കിൽ വിക്ക് വന്നു, വിറയൽ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ എത്തിച്ചോളാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പാലത്തെ നിന്ന് കാണിച്ചപ്പോൾ ഇവൻ ചോദിക്കുക, ഈ വിക്കും വെച്ച് നീ കാശ് തന്നില്ലേലും വേണ്ടിയല്ലേ, നീ പാലത്തെ നിന്ന് എടുത്ത് താഴോട്ട് ചാടാൻ പോവാണോ അത് കാശ് തരാൻ പോവാ?